ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഓർമ്മിക്കുക, വിശുദ്ധ അൽഫോൺസ് ഡാരെ പറയുന്നു, പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷമായോ പരോക്ഷമായോ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്യത്തിലുമുണ്ട്. എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നിറഞ്ഞ് അനുഗ്രഹീത തോട്ടമായ പറുദീസയാണ് മറിയം. ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും അവളിൽ പൂർണ്ണതയിൽ കുടികൊള്ളുന്നു. ദൈവം തന്റെ സാന്നിധ്യം മനുഷ്യന് നൽകിയ ഇടമാണ് പറുദീസ. പുതിയ പറുദീസയായ മറിയത്തിൽ വന്നു പിറന്ന് ദൈവം മനുഷ്യനോടൊപ്പമായിരിക്കുന്നു. കൃപാവരത്തിന്റെ നദികൾ അവളിലൂടെ പ്രവഹിക്കുന്നു. അവൾ ചുറ്റും കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട ഏദൻ തോട്ടമാണ്. എല്ലാ വശത്തു നിന്നും അടച്ചുപൂട്ടപ്പെട്ടതും വഞ്ചനാത്മകമായ ഗൂഢാലോചനകളാൽ നശിപ്പിക്കപ്പെടാനാവാത്തതുമായ ഉദ്യാനവുമാണ്. അവിടെ സർപ്പത്തിന് പ്രവേശനമില്ല. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നു, ദൈവപുത്രൻ അവളുടെ കന്യകോദരത്തിൽ പുതിയ ആദം ഭൗമിക പറുദീസയിൽ പ്രവേശിച്ചാലെന്ന പോലെ ഇറങ്ങി വന്ന് അവിടെ ആനന്ദം കണ്ടെത്തി. ആദിമ പറുദീസായിൽ ആദത്തിൽ നിന്ന് ഹവ്വായെ രൂപപ്പെടുത്തിയെങ്കിൽ പുതിയ പറുദീസായിൽ രണ്ടാം ഹവ്വയായ മറിയത്തിൽ നിന്ന് രണ്ടാം ആദമായ മിശിഹായെ രൂപപ്പെടുത്തി. രണ്ടാം ഹവ്വയായ മറിയം രക്ഷിക്കപ്പെട്ട മുഴുവൻ മാനവരാശിയുടെയും അമ്മയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, ഹവ്വ തന്റെ അനുസരണക്കേട് വഴി വരുത്തിയ തിന്മയെ രണ്ടാം ഹവ്വയായ മറിയം അനുസരണത്താൽ പരിഹരിച്ചു. വിശുദ്ധ എഫ്രേം പിതാവ് ധ്യാനിക്കുന്നു, ഹവ്വ സർപ്പത്തിന്റെ വാക്കുകൾ കാതുകളിലൂടെ കേട്ട് പാപത്തെ പ്രസവിച്ചു. മറിയം ദൈവദൂതന്റെ വാക്കുകൾ കാതുകളിലൂടെ കേട്ട് രക്ഷയെ പ്രസവിച്ചു. ഹവ്വയുടെ അനുസരണക്കേടിന്റെ കെട്ട് മറിയത്തിന്റെ അനുസരണം വഴി അഴിക്കപ്പെട്ടു. നമുക്കും മറിയം വഴി ലഭിച്ച വിശ്വാസം ഉൾക്കൊള്ളുവാനും മറ്റുള്ളവർക്ക് പ്രചോദനമരുളും വിധം ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സ്നേഹനിധിയ കന്യാമറിയമേ, പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക നീ. സ്നേഹത്തിൻ സ്വർഗ കവാടമതൊന്നു നിൻ മക്കൾക്കായെന്നും തുറക്കേണമേ. സ്നേഹനിധിയാ കന്യാമറിയമേ, പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക നീ. സ്നേഹത്തിൻ സ്വർഗകവാടമതൊന്നു നിൻ മക്കൾക്കായെന്നും തുറക്കേണമേ. അമ്മേ, യേശുവിനമ്മേ, എൻ യാചന കേൾക്കേണമേ. നിൻ സുതനാകുമേശുവിൻ ചായേ എനിക്കായി മാധ്യസ്ഥം വഹിക്കേണമേ. അമ്മേ, യേശുവിനമ്മേ, എൻ യാചന കേൾക്കേണമേ. നിൻ സുതനാകുമേശുവിൻ ചായേ എനിക്കായി മാധ്യസ്ഥം വഹിക്കേണമേ. ദൈവത്തിൻ പുത്രനാം രക്ഷകനീശോയെ ഉദരത്തിൽ താങ്ങിയ മേരി മാതേ. ദൈവത്തിൻ പുത്രനാം രക്ഷകനീശോയെ ഉദരത്തിൽ താങ്ങിയ മേരി മാതേ. കുരിശോളമേശുവിനൊപ്പം
നടന്നൊരൻ മാതാവേ, നിൻ സഹനത്തിൻ ശക്തി എനിക്കേകിടേണേ. കുരിശോളം യേശുവിനൊപ്പം നടന്നൊരൻ മാതാവേ, നിൻ സഹനത്തിൻ ശക്തി എനിക്കേകിടണേ. അമ്മേ, യേശുവിനമ്മേ, എൻ യാചന കേൾക്കണമേ. നിൻ സുതനാകുമേശുവിൻ ചാരേ, എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, യേശുവിനമ്മേ, എൻ യാചന കേൾക്കണമേ. നിൻ സുതനാകുമേശുവിൻ ചാരേ, എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ദൈവഹിതത്തിനായി ജീവിതം സമർപ്പിച്ച നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ദൈവഹിതത്തിനായി ജീവിതം സമർപ്പിച്ച നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. സ്ത്രീകളിൽ നീ എന്നും അനുഗ്രഹീത മേരി മാതാവേ, നിന്നുദരത്തിൻ ഫലമീശോ അനുഗ്രഹീതൻ. സ്ത്രീകളിൽ നീയെന്നും അനുഗ്രഹീത മേരി മാതാവേ, നിന്നുദരത്തിൻ ഫലമീശോ അനുഗ്രഹീതൻ. സ്നേഹനിധിയാ കന്യാമറിയമേ, പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക നീ. സ്നേഹത്തിൻ സ്വർഗകവാടമതൊന്നു നിൻ മക്കൾക്കായെന്നും തുറക്കേണമേ. അമ്മേ, യേശുവിനമ്മേ, എൻ യാചന കേൾക്കണമേ. നിൻ സുതനാകുമേശുവിൻ ചാരേ, എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, യേശുവിനമ്മേ, എൻ യാചന കേൾക്കണമേ. നിൻ സുതനാകുമേശുവിൻ ചാരേ, എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ.